അപ്പൊ ചോദിക്കുമ്പോ പറയണേ സായ എന്റെ പൊന്നിന് ജോലിക്കും കിട്ടിയിട്ട് കാശൊക്കെ കിട്ടി കഴിയുമ്പോ എന്തിട്ട് ചെയ്യാ പറഞ്ഞേ? ഞാൻ എല്ലാ സാധനം എടുത്തിട്ട് കളയുമേ. അപ്പൊ നിങ്ങൾ വന്ന് അത് കളയണ്ടെന്ന് പറയാം. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല നേരത്തെ ചോദിച്ചില്ലേ പാപ്പയ്ക്ക് അമ്മയ്ക്ക് പൈസ തരുമോ? മേടിച്ചു തരും. വേറെ ഒരു സാധനം വാങ്ങി കൊടുക്കും. പിന്നെ നൈറ്റ് ബാഗ് ഡേറ്റ് അമ്മയ്ക്ക് പപ്പയ്ക്ക് ഷർട്ടും പിന്നെ ജീൻസും പിന്നെ പാന്റും പിന്നെ പപ്പയ്ക്ക് ഒരു പുതിയൊരു തൊപ്പി വാങ്ങി തരൂല്ലേ? പിന്നെ അപ്പൊ എന്റെ പൊന്നിന് എയർപോർട്ട് അതെങ്ങനെയാ ശരിയാവാ? നീ പാപ്പയ്ക്ക് എന്തോ ഒരു സാധനം മേടിച്ചിരിക്കണം. എനിക്ക് ആകെ കൂടെ ഒരു നൈറ്റി ഒരു ബാഗും അമ്മയ്ക്ക് ഒരു ചെരുപ്പൊടി വാങ്ങി കൊടുക്കും. അമ്മയ്ക്കൊരു ഞാൻ ഇന്നലെ ഒരു എന്റെ മാപ്പ് സാധനം ഒരു ഇങ്ങനെ പൊങ്ങിട്ട് ചെരുപ്പില്ല ആ ചെരുപ്പ് ഹൈ ഹീൽ ചെരുപ്പ്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ പൊന്നെ ആമിക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കോ? എന്നിട്ട് വാങ്ങി കൊടുക്കാം. ആമിക്കാണെങ്കിൽ അല്ല ചെറിയൊരു ഒരു ബട്ടർഫ്ലൈ കണ്ടൊരു കുഞ്ഞൊരു സാധനം ഉണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആമിക്ക് അത് ഞാൻ മേടിച്ചു കൊടുക്കും. ജോലി കിട്ടി പൈസ കിട്ടി കഴിയുമ്പോഴേ ആമിക്ക് എന്താണ് കമ്മല് വാങ്ങിച്ചു കൊടുക്കും. ഏത് സ്വർണ്ണ കമ്മല? അല്ല സാധാരണ വാങ്ങി കൊടുക്കാൻ ശരി. വേറെ ചോദിക്കട്ടെ, എന്റെ മോന് ജോലിയൊക്കെ കിട്ടി പൈസ ഒക്കെ ഒത്തിരി കിട്ടി കഴിയുമ്പോ ആ പാപ്പമാർക്കും അമ്മാമ്മമാർക്കും വല്യപ്പച്ചനും അച്ഛനൊക്കെ എന്തിട്ട് മേടിച്ചു കൊടുക്കണേ? അതോ വല്യപ്പച്ചന് എല്ലാവർക്കും വേണ്ടി പപ്പമാർക്കും അമ്മാമ്മമാർക്കും അല്ല അപ്പാപ്പമാർക്ക് ജീൻസും പിന്നെ ഷർട്ടും അമ്മാമ്മമാർക്കും വീണ്ടും നൈറ്റിയും പിന്നെ ചുരിദാറും പിന്നെ ഷാളും കൂടി മേടിച്ചു. വെല്ലിപ്പച്ചനും കേസരച്ചനും എന്നിട്ട് വാങ്ങി കൊടുക്കാം. വെല്ലിപ്പച്ചന് ജീൻസും ഷർട്ടും പിന്നെ കേസരാച്ചന് മുണ്ടും പിന്നെ ഷർട്ടും. അപ്പാപ്പനും മുണ്ടും ഷർട്ടും. അമ്മാമയ്ക്ക് ഷാള്. ഒരു കറുത്ത കണ്ണാടി വാങ്ങി കൊടുക്കൂല വെക്കാൻ വേണ്ടിട്ട്. പിന്നെ അവർക്ക് പിന്നെ പപ്പയ്ക്ക് അമ്മയ്ക്കും പിന്നെ വേറെ എന്തൊക്കെയാ തരാം? എന്റെ മോൻ ജോലിക്ക് കിട്ടി പൈസ തരില്ലേ പപ്പയ്ക്ക്? എത്ര പൈസ തരും പപ്പയ്ക്ക്? അല്ല പൈസ ഒന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മേടിച്ചു. നിന്റെ 1 രൂപ കിട്ടിട്ട് രക്ഷപ്പെട്ട് സ്വർണ്ണം കോസ്റ്റ്ലി കിട്ടി. നീ വലുതായിട്ട് ജോലിക്കും കിട്ടി കഴിയുമ്പോ അമ്മയ്ക്ക് മൂക്കൂത്ത നല്ല രസമുണ്ടാവും കാണാൻ കേട്ടാ. അതെ അമ്മയ്ക്ക് നല്ല പ്രായം. പൊന്ന് വലുതായി ജോലിക്ക് കിട്ടി കാശൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അമ്മയ്ക്ക് നല്ല പ്രായ. എടി പപ്പയ്ക്കോ? അത് നല്ല രസമുണ്ടാവും. 60ാമത്തെ വയസ്സിൽ ലിഫ്റ്റ് നല്ല സായിപ്പോ. അപ്പൊ എന്താ ഞങ്ങൾക്ക് പൈസ തരാത്ത? നീ അതെന്താ ഞങ്ങക്ക് പൈസ തരാത്ത സായേ? കുഞ്ഞുകുട്ടി ഞങ്ങൾക്ക് ചെലവിന് പൈസ ഒന്നും ഇല്ലേ? ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിക്കണ്ടേ? നീ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പൈസ വേണ്ടേ? അപ്പൊ നീ തരില്ലേ? പൈസ തരത്തില്ലേ? എത്ര രൂപ?
എടി ഒരു എടി ഒരു ജോഡി തൊപ്പി. ഒരു മിനിറ്റ് അതല്ല ഇത് കേക്ക് 10-25 വർഷം കഴിയുമ്പോ ഞങ്ങള് പണിക്കൊന്നും പോവില്ല. നീ വയ്യാണ്ടാവില്ലേ ഞങ്ങൾക്ക്? അപ്പൊ നീ ഞങ്ങക്ക് പൈസ ഒന്നും തരത്തില്ല? എത്ര പൈസ തരും? 5, 4, 7, 8, 9. മതി. പപ്പയ്ക്ക് 5, 6, 7, 8, 9. അപ്പൊ 9 പൈസ തരും. എന്റെ പേഴ്സ് എനിക്ക് മേടിച്ചിരുന്നു. അതൊക്കെ നീ അത് നീ മേടിക്കില്ലേ? നീ ഇപ്പം ജോലിക്കാരിയായി ഡ്യൂട്ടിക്കൊക്കെ പോയി പൈസ ഒക്കെ കിട്ടുമ്പോ നീ അല്ലേ പേഴ്സ് മേടിക്കുക? സായ ഓൾറെഡി എയർ ഹോസ്റ്റസ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സായിക്ക് എയർ ഹോസ്റ്റസ് ആയി കഴിഞ്ഞാൽ നല്ല ശമ്പളം ഉണ്ടാവല്ലോ സായിക്ക്. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഓ പറഞ്ഞോളൂ. അത് നിങ്ങൾ എനിക്ക് എന്താ വാങ്ങിച്ചതാ? അതിന് നീ ഡ്യൂട്ടിക്ക് പോവാറാവുമ്പോഴേ കമ്മലും മാലയും ഒന്നുമില്ലല്ലോ. അമ്മ എനിക്ക് വാങ്ങിച്ചോ? അല്ല സായിപ്പൂ, വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പപ്പയമ്മയും ഡ്യൂട്ടിക്ക് പോകുമ്പോ എന്നും വരുമ്പോ ഓരോ സാധനങ്ങൾ കുഞ്ഞിന് തരുന്നില്ലേ? മോള് വലുതായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോ പപ്പയമ്മയും ഡ്യൂട്ടിക്കൊന്നും പോവാണ്ട് വയ്യാണ്ട് ഇരിക്കും. വയ്യായില്ലേ അപ്പോഴേക്ക് വയസ്സായിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ സായ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പനി വരും. ആ ബെസ്റ്റ്. തുണിയൊക്കെ അമ്മ രണ്ടുപേരും നെറ്റി ആണോ? കണ്ടാവില്ലായിരുന്നു ഈശോയെ. സായ ഞങ്ങള് വയ്യാണ്ടൊക്കെയും കിടക്കുമ്പേ കഞ്ഞി തരുമോ? ഇത് കേക്ക് നീ കുറച്ച് അത് കുറച്ച് നേരം ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഞ്ഞി കോരിയത്. മതി. വെള്ളെങ്കിലും കഞ്ഞി വെള്ളെങ്കിലും ഇച്ചിരി ജീവൻ നിലനിർത്ത. ഞങ്ങക്ക് എന്നിട്ട് ഞാൻ ഇച്ചിരി സ്വലപ്പം ചൂടുവെള്ളം ഒഴിച്ച് അമ്മയ്ക്കും പപ്പയ്ക്കും കൊണ്ടുതരേ. കുടിക്കാനാണോ അതോ തൊട്ടൊഴിക്കാനാണാവോ? അല്ല, നിനക്ക് വേറെ സ്ഥലം വയസ്സായി കഴിയുമ്പേ ഈ വയസ്സായ ആൾക്കാരെ കൊണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ ജനറേഷനിൽ ആകുമ്പോഴത്തേക്കും എന്തൊക്കെയായിരിക്കും കണ്ടറിയേണ്ടി വരും. കുറച്ച് നേരം കൂടി ഇങ്ങനെ 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 കുറേ ദിവസം ഞാൻ ഇങ്ങനെ തുണി വെച്ചോണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പാടും നമുക്ക് തരുമ്പോ സായ നീ പുറത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാലേ എന്റെ പൊന്നു ഇത് കേക്ക്, പുറത്തേക്ക് ജോലിക്ക് പോയി പപ്പേനെ മേലും ഫോൺ ചെയ്യോ? ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും. എന്നിട്ട് ഞാൻ അടുത്ത വർഷങ്ങളും വെച്ചിട്ട് ഞാൻ ഊരി. വേറൊരു കാര്യം ചോദിക്കട്ടെ. സമയത്ത് പനി മാറി ഉണ്ടാവുമല്ലേ? ആ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ദേ പപ്പയും അമ്മയും ഇവിടെയാ കുവൈറ്റില്. അമ്മാമ്മയും അപ്പാപ്പനൊക്കെ നാട്ടിലല്ലേ? അതുപോലെ സായമോളും വലിയ കുട്ടിയെ കഴിയുമ്പോ വലിയ ജോലിയൊക്കെ കിട്ടി വേറെ സ്ഥലത്തേക്കൊക്കെ പോവില്ലേ? അപ്പൊ നീ പപ്പേനെ അമ്മേനെയും വിളിക്കുവോ? ഫോൺ ചെയ്യോ? ഞങ്ങള് ഫോൺ ചെയ്യൂലോ ഉറപ്പല്ലേ? പക്ഷെ എനിക്ക് പുതിയ ഐഫോൺ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ല. ഞാൻ ഇറങ്ങി ഇത്ര വലിയ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കലടാ. കണ്ട ഞാൻ വേറെ വീട്ടിലോട്ട് വേറെ വീട്ടിൽ പോവോ?